ഇവിടെ ഒരു റേഷ്യോൻ്റെ പ്രോബ്ലമാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് 4 വേരിയബിൾ ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ആദ്യത്തെ വേര് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ എ ബി സി ഈസ് ടു ഡി ആണ്. ഇവിടെ ബി പ്ലസ് സി പ്ലസ് ഡി ഈസ് ടു എ. ഇവിടെ സി പ്ലസ് ഡി പ്ലസ് എ ഈസ് ടു ബി. ഇവ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 4 എലമെൻസും എല്ലാത്തിനും സെയിമാണ്. അപ്പോൾ അവ ഇൻഡിവിജ്വലായിട്ട് ആഡ് ചെയ്യുമ്പോഴും എല്ലാ റേഷ്യോനും സെയിം വാല്യൂ കിട്ടണ്ടേ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഈ രണ്ടും ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 8+1 എത്രയാണ്? 9 ആണ് ഇവിടെ അല്ലേ? ഇവിടെ 9+1 എത്രയാണ്? 10 ആണ്. ഇവിടെ 4+1 എത്രയാണ്? 5 ആണ്. അപ്പോൾ അത് പോസിബിൾ അല്ല. ഈ റേഷ്യോ കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ വാല്യൂ എല്ലാം സെയിം ആക്കുക. നമുക്ക് റേഷ്യോ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് 9, 10, 5 ഇതെങ്ങനെ ഈക്വൽ ആക്കാൻ പറ്റുക? ഇവിടെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ LCM ഓഫ് 9, 10, 5 എത്രയാണ്? 19 ആണ്. അത് ഈസി അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഓരോ സം കിട്ടിയ 9, 10, 5 ഇവയെ 19ലോട്ട് കൺവേർട്ട് ആക്കാൻ നോക്കുക. 9 എങ്ങനെ 19 ആവാം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ റേഷ്യോനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 ആവും. 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആണ്. അതുപോലെ ഇവിടെയും 10 ആണ്. ഇവിടെ 10 എങ്ങനെ 19 ആവും? ഇൻറ്റു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 9 ഇൻറ്റു 10 അല്ലേ 19. അപ്പോൾ 9നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 81 ഈസ്റ്റ് 1ന് 9 9. അപ്പോൾ ഇവിടെ അതുപോലെ 5 ആണ്. അപ്പോൾ 5 19 ആവണം. 5 കൊണ്ട് 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 19 ആവുക. അപ്പോൾ 4നെ നമുക്ക് 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 18 ആണ് 36. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ 72. അപ്പോൾ 72 ഈസ്റ്റ് 80. ഇപ്പോഴിവിടെ നമ്മുടെ റേഷ്യോസ് ഈക്വൽ ആയി കഴിഞ്ഞു അല്ലേ? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമുക്കിവിടെ ഡി ഉണ്ട്. ഇത് ഇവിടെ ഡിയുടെ വാല്യൂ കിടപ്പുണ്ട്. ഇത് ഇവിടെ എയുടെ വാല്യൂ കിടപ്പുണ്ട്. ഇവിടെ ബിയുടെ വാല്യൂ കിടപ്പുണ്ട്. അപ്പോൾ ഓപ്ഷൻ ശ്രദ്ധിക്കുക, നമുക്ക് ഡിയുടെ 10 വരുന്നുണ്ട്. ഡിയുടെ 10 വരുന്നത് ഈ ഓപ്ഷൻ ഉണ്ട്. ഈ 2 ഓപ്ഷനിൽ ഡി 10 വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബിക്ക് 18 വരുന്നുണ്ട്. ഇത് ബിക്ക് ഇവിടെ 18 വരുന്നുണ്ട്. അടുത്ത് ഈ 9, എക്ക് 9 വരുന്നത്. അപ്പോൾ ഈ 2 റേഷ്യോയിൽ ഏതോ, അപ്പോൾ ഈ 2 ഇതിനെ എലിമിനേറ്റ് ചെയ്യാം. ഇത് നമുക്ക് വേണ്ടത് ഇവിടെ 10ഉം 53ഉം ഡിഫറൻറ്റാണ്. അപ്പോൾ നമുക്ക് സിയുടെ റേഷ്യോ, അവിടെ അപ്പോൾ സിയുടെ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. സിയുടെ റേഷ്യോ ഈസിയായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കത് ഇവിടെ കണ്ടോ, ഏതെങ്കിലും ഒരു റേഷ്യോ എടുക്കാം. ഞാൻ ഇത് കൺസിഡർ ചെയ്യുക. ഇത് നോക്കുമ്പോൾ ഇവിടെ ഡി പ്ലസ് എ ഉണ്ട്, സി ഉണ്ട്. അപ്പം ഈ സി പ്ലസ് ഡി പ്ലസ് എയുടെ വാല്യൂ ആ റേഷ്യോയിൽ 72 അല്ലേ? ഇതിൻ്റെ വാല്യൂവിൽ നേരെ 72 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡി പ്ലസ് എയുടെ സമ്മ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിയുടെ വാല്യൂ കിട്ടില്ലേ? സി ഈക്വൽ ടു ഡി പ്ലസ് എ എത്രയാണ്? ഡി ഇവിടെ കിടപ്പുണ്ട് 10, എ എത്രയാണ്? 19. അപ്പം 72 മൈനസ് 19 എത്ര കിട്ടി? 53. ഈസി അല്ലേ? അപ്പോൾ ഇതാണ് ആൻസർ. ഇത് ക്യാൻസൽ. ഓക്കെ.